കാത്തിരുന്ന് സാധനങ്ങൾ നോക്ക്. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ അടപ്പും ഇതും ചീസിൻ്റെ കപ്പല്ലേ. ഞാൻ കുറച്ച് ജ്യൂസ് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ജ്യൂസ് പിന്നെ ബ്ലൂബെറി ജ്യൂസ് എല്ലാം ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് ഇതാ, അതിൻ്റെ വേറെ അടപ്പുണ്ട് കൊടുത്ത് അത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ക്യാബേജാണ്, ഇതിൻ്റെ കട്ടിംഗ് ബോർഡ്, ഇതിൻ്റെ പാത്രങ്ങൾ അത് തുറക്കാൻ പറ്റും നോക്ക്. അതും അതിൻ്റെ അടപ്പും പിന്നെ ഇതിൻ്റെ രണ്ട് പ്ലേറ്റ്സ് ഉള്ളൂ. പിന്നെ കുറച്ച് സ്പൂൺസും ഇതൊക്കെ. ഈ സ്പൂൺ ഇത് നമ്മൾ ഇതാക്കൂല, ഇത് എന്താ പറയുക, അപ്പോൾ നമ്മൾ വറ്റി ഇതാവുന്ന. ഓക്കെ, പിന്നെ ഇതാ ഇതും പിന്നെ ഇതും പിന്നെ ഇതാ ഇതിനെന്താ പറയാ, കമന്റ് ചെയ്യണേ ഇതിനെന്താന്ന് പറയുന്നത്. പിന്നെ ഇതാണ് മറ്റേ ചീറ്റിൻ്റെ അടുപ്പ്. ഒരു കുർത്തി കിട്ടുമ്പോൾ വന്ന് ഇത് പീച്ച പോലെ വർക്ക് ചെയ്യില്ല. പിന്നെ സ്പൂണും രണ്ട് സ്പൂണുണ്ട്, വലിയതും ചെറിയതും. പിന്നെ ഇതാ ലോലിപോപ്പിൻ്റെത് വെറുതെ. പിന്നെ ഇതാ ഇതെന്തിൻ്റെ അടപ്പാ, വേറെ എന്തെല്ലോ. ഇത് എന്തിൻ്റെ അടപ്പാണ് ഗൈസ്, അത് കാണിച്ചു തരാം. ഇതാ കുക്കറിനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കായിരുന്നു. ആ കുക്കറിൻ്റെ അടപ്പ്. പിന്നെ ഇതാ ഞാൻ കാണിക്കുന്നില്ല ഇതിൻ്റെ അടപ്പും ഇതും മുട്ട ഉണ്ടാക്കാൻ. പിന്നെ ഇതാ വലിയ കത്രിക, വലിയ ചിക്കനൊക്കെ മുട്ടയല്ല. പിന്നെ ഇതിൻ്റെ ഇതറിയോ, കോൺഫ്ലക്സ് ഒക്കെ ഇടുന്ന സാധനങ്ങൾ. പിന്നെ ഇതാണ് എൻ്റെ പിച്ചിൻ്റെ സാധനങ്ങൾ, പൊട്ടാറ്റോ ഒക്കെ പിച്ച് ചെയ്യില്ല. അമ്മയ്ക്കും ഉണ്ട് ഇങ്ങനത്തെ. അമ്മ ഇതിൻ്റെ ഫോർക്സും ഷാപ്സ്റ്റിക്കിൻ്റെ 2 ഉണ്ട്. പിന്നെ ചെറിയ കത്രിക, പിന്നെ ഇതും മറ്റേ 2 ടാറ്റ യൂസ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാനിത് കുക്ക് ചെയ്യാൻ പോവാണ്. സെറ്റൊക്കെ കുക്ക് ചെയ്യുന്ന ഫസ്റ്റ് സാധനം ഇത് വേണം എനിക്ക്. ഇതാ നമ്മൾ ഡേർട്ടി ആവില്ലല്ലോ, അതിടാം. ബാക്കിൽ ടൈ ചെയ്തിരിക്കുന്നു. ഇവിടെ കുറ്റിമിട്ട് പീച്ച് ക്ലീൻ ആക്കിക്കോളാം. ഓക്കെ, ഇനി ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കാം. മുട്ടച്ചോറ് ഉണ്ടാക്കാൻ എനിക്ക് കുക്കർ വേണ്ട, ജസ്റ്റ് നമ്മുടെ പാത്രം മതി. പാത്രം എടുക്കാം. ഇതിൻ്റെ അരിയുണ്ട്, സ്പൂണോടെ അത് ഈ പാത്രത്തിലിടാം. ആ മുട്ട ബാക്കിയുണ്ട്. ഈ മുട്ട ആരെങ്കിലും കുത്തിക്കിട്ടെങ്കിൽ കളിക്കണം. സോസേജും ഉണ്ട്. സോസേജ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ബ്രെഡിൻ്റെ കൂടെ കഴിക്കില്ല. ഇതാ ഈ സോസേജ് മുട്ട വെച്ചിട്ടുണ്ട് ഒന്ന് വാർക്കാൻ.